റെസിപ്പിയാണ് കാണിക്കുന്നത്. എല്ലാവർക്കും പത്തിരി ഉണ്ടാക്കാനൊക്കെ അറിയായിരിക്കും. എന്നാലും അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതവർക്ക് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ ഞാനും പണ്ടൊന്നും ഉണ്ടാക്കത്തില്ലായിരുന്നു, പിന്നീട് പഠിച്ച് ഇപ്പം ഞാൻ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, അരിപ്പൊടി ഒക്കെ ഏത് വീട്ടിലുണ്ടാക്കുന്നതായാലും മതി, കടയിൽ നിന്ന് വാങ്ങിക്കുന്നതായാലും മതി. അരിപ്പൊടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ഗ്ലാസ് അരിപ്പൊടിയാണ്. ഞാൻ ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ്സാണ് എടുക്കുന്നത്. 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുഴയ്ക്കാനുള്ള ചൂടുവെള്ളം തയ്യാറാക്കാം. ഞാനിപ്പോൾ എടുത്ത അതേ ഗ്ലാസ്സിന് തന്നെ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെള്ളം തിളപ്പിക്കാം. അപ്പോൾ വെള്ളത്തിന് കൂടുതൽ വേണമെങ്കിൽ അപ്പോൾ നമുക്ക് ആഡ് ചെയ്താൽ മതി. എന്തായാലും 2 ഗ്ലാസ് തിളപ്പിക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് വേണം തിളപ്പിക്കാൻ. ഉപ്പ് ചേർക്കാണ്. പിന്നെ പൊടിയിൽ വേറെ ഉപ്പിടേണ്ട ആവശ്യമില്ല. ഇത്രയും വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാം. ഒന്ന് തിളപ്പിച്ചിട്ട് വരാം. ഇനി ഇതിലേക്ക് നമ്മൾ ഈ വെള്ളം കുറച്ചായിട്ട് ഒഴിച്ച് ഒന്ന് മിക്സാക്കി എടുക്കണം. എല്ലാ വെള്ളം കൂടി ഒരുമിച്ചെടുത്ത് ഒഴിക്കരുത്, ചിലപ്പോൾ അധികമായി പോയാൽ അറിയില്ല. അപ്പോൾ ആദ്യം കൈ കൊണ്ട് കുഴയ്ക്കാൻ ഭയങ്കര പാടാണ്, ഭയങ്കര ചൂടാണ്. അപ്പോൾ ആദ്യം വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം, നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് കുഴയ്ക്കണം. കുറച്ചായിട്ട് വെള്ളം ഒഴിക്കാം. ഇതിലുണ്ടായിരുന്ന വെള്ളം മുഴുവൻ ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേണ്ട ആവശ്യം വരുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് അല്പം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഇനി ഇത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് കുഴക്കേണ്ടി വരും, നല്ല സോഫ്റ്റായി കിട്ടത്തുള്ളൂ. ഇതേമാതിരി ഓരോ ഉരുളകളാക്കിയിട്ട് വെക്കണം. വലിപ്പം നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. കയ്യിൽ ഒട്ടാതിരിക്കാൻ ഇപ്പം വെളിച്ചെണ്ണ പറ്റിയിട്ട് അത് ഈ പൊടിയുടെ വ്യത്യാസം കൊണ്ട് ചിലപ്പോൾ ഒട്ടാൻ സാധ്യതയുണ്ട്. എന്നാലും ഇതേമാതിരി ഇതിലേക്ക് വെച്ചിട്ട് പ്രസ് ചെയ്ത് ഇനി ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഇനി ഓരോന്നായിട്ട് പ്രസ് ചെയ്ത് ഇതിലിട്ടിട്ട് റെഡിയാക്കി എടുക്കാം. റെഡി ആയിട്ടുണ്ട്. ഇത് അടച്ചു വയ്ക്കണം, അല്ലെങ്കിൽ ഇത് ഉണങ്ങിപ്പോവും.